പിണറായി വിജയനെയും കെ എം മാണിയുടെ മകനെയും സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് മാത്രമായി കേരള രാഷ്ട്രീയം മാറിയെന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണ്. പ്രതിപക്ഷത്തുള്ള ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും പോകുന്ന വഴിക്ക് പിണറായി വിജയന്റെ മുതുകത്തൊരു ചവിട്ട് കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ആലോചിക്കുന്നത്. അതായത് പിണറായി വിജയനെ വ്യക്തിഹത്യ നടത്തിയാൽ രാഷ്ട്രീയമായി തങ്ങളുടെ പോരായ്മകൾ മറച്ചുവെക്കാൻ സാധിക്കുമെന്ന ചിന്താഗതിയാണോ ഇവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നറിയില്ല. ഏതായാലും പിണറായി വിജയൻ എന്ന പേരിൽ മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ജീവിച്ചിരിക്കുന്നത്. അവർക്കൊരിക്കലും രാഷ്ട്രീയം പറയുവാനില്ല. പകരം വ്യക്തിഹത്യയ്ക്ക് മുൻതൂക്കം നൽകിയാണ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് മാത്യു കുഴൽനാടൻ. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പിണറായിക്കെതിരെ എത്രമാത്രം കേസുകളാണ് കോടതികളിൽ ഫയൽ ചെയ്ത് തിരിച്ചടി വാങ്ങി വീട്ടിൽ പോയത്. ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഒട്ടും മോശമല്ല. പിണറായി വിജയനെ അടിക്കാനെടുത്ത വടികൊണ്ട് തിരിച്ചടി മേടിച്ച് പുളിയും കുടിച്ച് വാണം വിട്ട പോലെ ഓടി രക്ഷപ്പെട്ടു. മാത്രമല്ല പിണറായി വിജയന് ഒരു ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് കൂടി കോടതികളിൽ നിന്നും വാങ്ങിക്കൊടുത്തു. രമേശ് ചെന്നിത്തല ക്ലിഫ് ഹൗസിന്റെ ഐശ്വര്യമെന്ന് എഴുതുവാനുള്ള കലാകാരനെ പിണറായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് പറഞ്ഞു കേട്ടത്. പിണറായി വിജയന് തൻ്റെ മക്കളോട് സ്നേഹമുണ്ടെന്നുള്ളത് ശരിയാ, മറ്റു പലർക്കും സ്വന്തം മക്കളോട് സ്നേഹമില്ല എന്നുള്ളതും ശരിയാ. പിണറായി വിജയന്റെ ബലഹീനത മക്കളാണെന്ന ഒറ്റ കാരണത്താൽ മക്കളുടെ പേരിൽ മെനഞ്ഞ കഥകൾക്ക് ഒരു കൈയും കണക്കുമില്ല. മകളുടെ പേരിൽ ആക്ഷേപങ്ങൾ വരുമ്പോൾ പിണറായി സമ്മർദ്ദത്തിലാകുമെന്നും അതോടുകൂടി നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ച് വല്ലതും വിളിച്ചു പറഞ്ഞാൽ അതെങ്കിലുമായെന്ന കണക്കൂട്ടലിലാണോ ഇവർക്കുള്ളതെന്നറിയില്ല. ഏതായാലും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ശേഷി ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനുമില്ല, പ്രതിപക്ഷ മുന്നണിക്കും ഇല്ലാതെ പോയി. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാൽ പ്രതിപക്ഷത്തു നിന്ന് രാഷ്ട്രീയമായി പിണറായിയെ വിമർശിച്ചിട്ടുള്ളത് CMPയിലെ CP ജോൺ മാത്രമാണ്. വ്യക്തിപരമായി പിണറായി അവഹേളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായാലും വ്യക്തിഹത്യ നടത്തുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ല. കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിഹത്യ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയത് ജോസ് കെ മാണിയുമാണ്. ചിലരെങ്കിലും അവരുടെ ജന്മോദ്ദേശം മാണിയെ വ്യക്തിഹത്യ ചെയ്യുക എന്നത് മാത്രമാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. ജോസിനെയും അയാളുടെ പിതാവ് KM മാണിയെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു രീതിയിലും ആരുമായും ഒരു ഇടപാടുമില്ലാത്ത ജോസിന്റെ മകനെയും ഭാര്യയെയും മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ചില ആക്ഷേപങ്ങൾ സ്ഥിരമായി ഉയർത്തുന്ന ചിലരെയും ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കും. 1965 KM മാണിയോട് ഏറ്റുമുട്ടി കെട്ടിവെച്ച കാശ് പോലും കിട്ടാതിരുന്ന ഒരു മകളാരത്നത്തിന്റെ കൊച്ചുമകൻ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ ചിലതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് കേട്ടു. അവന് തീരെ സഹിക്കാൻ വയ്യാത്തത് ജോസിന്റെ മകൻ രാഷ്ട്രീയത്തിന്റെ പരിയമ്പറത്തോടുകൂടി നടക്കുന്നതാണ്. ആ സ്ത്രീയുടെ കൊച്ചുമകന്റെ ഏറ്റവും വലിയ വിങ്ങൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജോസിന്റെ മകൻ ഓടിച്ചിരുന്ന കാറിന്റെ പിറകിൽ ഓടിച്ചു കയറ്റിയ സ്കൂട്ടറിലുണ്ടായിരുന്ന 2 പേർ അപകടത്തിൽ മരണപ്പെട്ട സംഗതിയാണ്. അപകടമുണ്ടായ ഉടനെ അവിടെ ഇറങ്ങി നിന്ന മുഴുവൻ പേരെയും വിളിച്ച് അപകടത്തിൽപ്പെട്ടവരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള മാന്യത കാണിച്ച ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കുന്നതിന് പകരം ആക്ഷേപിച്ച് മാനസികമായി തളർത്താമെന്നായിരിക്കാം കരുതിയിരിക്കുന്നത്. ഇടവുവേ, മോട്ടോറാണെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകും. മനഃപൂർവ്വമല്ലാത്ത ആക്സിഡന്റ് ആണെങ്കിൽ അതെപ്പോഴാണ് എങ്ങനെയാണെന്ന് തനിക്ക് പറയാമോ? ദൈവം തമ്പുരാൻ ഒഴിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? താൻ ഓടിക്കുന്ന വണ്ടിയും ആക്സിഡന്റ് ആകുമ്പോൾ ഇതുപോലെ ആരെങ്കിലും പരിഹസിച്ചാൽ താൻ എന്തായിരിക്കും ചെയ്യുക എന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ. അവനവന്റെ കണ്ണിലെ തടി എടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിലെ കരട് കാണാൻ. ഈ കഥ പറഞ്ഞു നടക്കുന്ന ഈ സ്ത്രീയുടെ കൊച്ചുമകൻ, ആ കൊച്ചുമകന്റെ ചേട്ടൻ പണ്ട് എറണാകുളത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കേരളം ഭരിച്ചിരുന്നത് അവർ രാഷ്ട്രീയമായി വിശ്വസിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെട്ട UDFും അവരുടെ സ്വന്തം ഉമ്മൻചാണ്ടിയുമായിരുന്നു. പോരാത്തതിന് എന്തും ചെയ്തു തരാൻ തയ്യാറായ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയും. എന്നിട്ടും തന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാധിക്കാതിരുന്ന പിതാവ് വിങ്ങുന്ന ഹൃദയത്തോടെ ഒടുവിൽ KM മാണിയുടെ വീട്ടിലെത്തി കാര്യം പറഞ്ഞു. അവിചാരിതമായി അവിടെ കടന്നു വന്ന ഒരു മാണി ഭക്തൻ ചോദിച്ചു, ശത്രുവിന്റെ കാറാണല്ലോ സാറേ ഇറങ്ങിപ്പോകുന്നത് കണ്ടത്? അത് കേട്ട KM മാണി അയാളോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, മകനെ ഓർത്ത് വിങ്ങുന്ന ഒരു ഹൃദയവുമായി വന്ന ഒരു പിതാവിനെ മാത്രമേ എനിക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിച്ചുള്ളൂ എന്നാണ്. ജോസ് കെ മാണിയുടെ ജാതകം എഴുതുന്ന ഈ മോന്റെ മോൻ തന്റെ പിതാവിന്റെ ജാതകം എന്തേ എഴുതാത്തത്? സ്വന്തം മുനിസിപ്പൽ വാർഡിൽ അപ്പനെ ജയിപ്പിക്കാൻ പറ്റാത്തവനാണ് മാണിയെയും മകനെയും ഓർത്ത് വിലപിക്കുന്നത്. പാലായിൽ ഒരു കൈ പയറ്റാമെന്ന് നോക്കി ഈ മോന്റെ മോൻ ഇറങ്ങിയെങ്കിലും സ്വന്തം പാർട്ടിക്കാർ നാട് കടത്തിയ ചരിത്രം വേറെയുണ്ട്. അത് ചരിത്രം തന്നെയാണ്. 1965 മാണിയോട് തോറ്റതിന് ശേഷം ആ കുടുംബത്തിലെ ആരും KM മാണിയെ കാണാൻ പോയിട്ടില്ലാത്ത സാഹചര്യമായിരുന്നു എന്നുകൂടി ഓർക്കണം. അത്രമാത്രം ശത്രുത KM മാണിയോട് പുലർത്തുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഇവൻ നുണപ്രചാരണങ്ങൾ നടത്തുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഉൽപ്പാദിപ്പിച്ചവനെയും ഉപനയനം നടത്തിയവനെയും വിദ്യ പറഞ്ഞു തന്നവനെയും
ആപത്ത് കാലത്ത് സഹായിച്ചവരെയും പിതാവിനെ പോലെ കരുതണമെന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം